ചെറുപ്പക്കാരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് അടിമയാകുന്നു. അമിതമായി വണ്ണവും അമിതമായ രോഗങ്ങളും ഒക്കെ അവരെ ബാധിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കുഴഞ്ഞു വീഴുന്നു, മരണങ്ങൾ ധാരാളമായിട്ട് സംഭവിക്കുന്നു, സൂയിസൈഡൽ ടെൻഡൻസീസൊക്കെ ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെയധികം കൂടുന്നു. ഇത്തരമൊക്കെ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് ജീവിതത്തെ ഒന്ന് റീഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നത്, കുറച്ചുകൂടെ ഒന്ന് പർപ്പസ്ഫുള്ളാക്കി മാറ്റുന്നത്, കുറച്ചുകൂടെ ജീവിതത്തെ എങ്ങനെ കുറേ കൂടെ ആസ്വദിക്കാൻ നമുക്ക് പഠിക്കാം, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഇന്ന് ഒരു പേരൻറ്റിൻ്റെ സംസാരം കേൾക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകന് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ജോലിയൊക്കെ അന്വേഷിക്കുമ്പോൾ ചെറിയ ജോലികളൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ചെറിയ ജോലിയിലൊന്നും അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല. പേരൻറ്റിലാണ് ഡിസാറ്റിസ്ഫാക്ഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് കുട്ടിയെ ഇങ്ങനെ പ്രഷർ ചെയ്ത് ഇനിയൊരു MBA കൂടെ ഒക്കെ എടുത്തിട്ട് ജോലി കയറുന്നതിനെക്കുറിച്ചും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പം ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഓൾറെഡി സിവിൽ എഞ്ചിനീയറിംഗിൽ തന്നെ വലിയ ആപ്റ്റിറ്റ്യൂഡൊന്നും ഉള്ള ഒരാളല്ല. ഇനി അതിന് MBA എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അവിടെ ഈ കുട്ടിയെ സംബന്ധിച്ച്, ഈ കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് MBA ഒക്കെ പഠിക്കാൻ പറ്റുന്ന ഒരാളാണോ, ഒരു മാനേജ്മെൻറ്റ് സ്കില്ലോ ആപ്റ്റിറ്റ്യൂഡോ ഒക്കെ ഉള്ള ഒരാളാണോ, ഇങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. നമുക്ക് മെറ്റീരിയലായിട്ട് കുറേ കാര്യങ്ങളൊക്കെ നേടണം, ലോകത്തിലെല്ലാം ടോപ്പായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടേതാവണം, ഇങ്ങനെയുള്ള ഒരു ചിന്തയുള്ള ഒരു ലോകത്താണ് നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് ജീവിച്ചു വരുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ന് ഞാൻ എയിംസിലെ പ്രസിദ്ധനായ ഒരു കാർഡിയോളജിസ്റ്റായ ഡോക്ടർ മോഹിത്തിൻ്റെ ഒരു വീഡിയോ കേൾക്കായിരുന്നു. അദ്ദേഹം പറഞ്ഞത് 21 വയസ്സുള്ള ഒരാളെ ഹാർട്ട് അറ്റാക്കുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിനെ തുടർന്ന് അദ്ദേഹം നടത്തിയ ചെറുപ്പക്കാരുടെ ഇടയിലെ ചില പഠനങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് ചെറുപ്പക്കാരെല്ലാം വലിയ വലിയ പൊസിഷൻസിലെത്താൻ വേണ്ടിയും വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ എത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കുകയും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരൊരു ജോലിയിലേക്ക് കയറി വലിയ ശമ്പളമൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് ഇവരുടെ ജീവിതം വലുതാകുന്നുണ്ടോ, ജീവിതത്തിൻ്റെ നിലവാരം ഉയരുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, പലപ്പോഴും നമ്മൾ അക്വയർ ചെയ്യുന്ന മെറ്റീരിയൽ തിങ്സൊക്കെ ഉയരുന്നതല്ലാതെ ജീവിതത്തിൻ്റെ നിലവാരത്തിൽ ഒരു ഉയർച്ചയില്ല. പലപ്പോഴും ഇത്തരം ആൾക്കാരുടെ ഭക്ഷണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ന്യൂട്രീഷണലായിട്ട് ഡീസൻ്റായിട്ടിരുന്ന് എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ ഇവർക്ക് സമയമില്ല, ഇവർക്ക് വ്യായാമത്തിന് സമയമില്ല, യാതൊരു തരത്തിലുള്ള എക്സസൈസുകളും ഇല്ല. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഒരുപാട് അസുഖങ്ങൾ കുമിഞ്ഞുകൂടുന്നു. ഭക്ഷണത്തിൻ്റെ നിലവാരമൊക്കെ വളരെ പലപ്പോഴും ജങ്ക് ഫുഡും പ്രോസസ്ഡ് ഫുഡും ഒക്കെയാണ് ഇവർ കഴിക്കുന്നത്. ഇതെല്ലാം ഇവരുടെ ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ അവർക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങളില്ല. ആ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെയൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ ടൈമില്ല. ജീവിതത്തിൽ ഒരു ലീവ് എടുത്ത് വരുന്ന ട്രാവൽ ചെയ്യാനോ അല്ലെങ്കിൽ ഇവരുടെ വീക്കെൻഡുകളൊന്ന് എൻജോയ് ചെയ്യാനോ ഒന്നുമുള്ള ഒരു സമാധാനമോ സന്തോഷമോ ഇല്ല. അപ്പോൾ എന്തിനാണ് പിന്നെ ജോലിയും ചോദിച്ചാൽ കുറേ കാര്യങ്ങൾ അക്വയർ ചെയ്യാൻ വേണ്ടിയാണ്, കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ അക്വയർ ചെയ്യുന്നതും അച്ചീവ് ചെയ്യുന്നതും പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇത് ലോകത്തെ കാണിക്കാനോ അല്ലെങ്കിൽ വിവാഹ മാർക്കറ്റിലെ സാധ്യതകൾ കൂട്ടുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യടി വാങ്ങിക്കുക എന്നൊക്കെയുള്ളതാണ്. പക്ഷേ നമുക്കൊരു ജീവിതത്തിൽ ഇതുകൊണ്ടൊരു സോഷ്യൽ പർപ്പസ് ഇല്ലെങ്കിൽ ഒരു ഇമ്പേഴ്സണൽ പർപ്പസ്, നമുക്ക് വെളിയിലുള്ളവരെയും കൂടെ ചേർത്ത് പിടിക്കാൻ തക്കുന്ന ഒരു പർപ്പസ് ഇല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ഇതെല്ലാം വലിയ ഫെറ്റീഗായിട്ടും വലിയ ഹെൽത്ത് ഇഷ്യൂസായിട്ടും സ്ട്രെസ്സായിട്ടും ഒക്കെ മാറത്തേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ചെറുപ്പകാലത്ത് വളരെയധികം ബുദ്ധിമുട്ടിയ ഒരാളാണ്. അദ്ദേഹം ഗൾഫിലേക്ക് പോയി ഇതുപോലെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ഒരാളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് അതൊന്നും ആരോഗ്യ പ്രശ്നങ്ങളായി മാറിയിട്ടില്ല? അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിദേശത്ത് പോയി കഠിനാധ്വാനം ചെയ്യുമ്പോഴും ഒരു പർപ്പസ് ഉണ്ട്. അച്ഛനെയും അമ്മയും ഒരു വീട് വെച്ച് അതിനകത്താക്കണം. അപ്പോൾ സ്വന്തമായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ല, അച്ഛനെയും അമ്മയും ഒരു വീട് വെച്ച് ആ വീട്ടിനുള്ളിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു പർപ്പസാണ്. സഹോദരിയുടെ വിവാഹം വലിയൊരു പർപ്പസാണ്. അനിയനെ ജോലിയിലെത്തിക്കണം, അവനെ പഠിപ്പിക്കണം എന്നുള്ളത് വലിയൊരു പർപ്പസാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള വലിയ പർപ്പസ് നമ്മളെ ശരീരത്തിൽ ഒരുപാട് ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കി ആരോഗ്യപരമായ ഒരു മൊബിലൈസേഷൻ നമ്മുടെ ബോഡിയിൽ സൃഷ്ടിക്കുകയും അതുണ്ടാക്കുന്ന ഒരു എന്തൂസിയാസവും സ്പിരിറ്റും ഒക്കെ വളരെ ഹൈ ആയിരിക്കും. അത്തരം ആൾക്കാർ രോഗികളാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം അവർക്ക് സ്ട്രെസ്സില്ല. കാരണം അവർ എത്ര കഷ്ടപ്പെടുമ്പോഴും ആ കഷ്ടപ്പെടുന്നതിനൊരു കാരണമുണ്ട്. ആ കഷ്ടപ്പെടുന്നതിനൊരു ബിഗർ ആയിട്ടുള്ള ഒരു ചിത്രം അവരുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാന കാരണം. ഇപ്പം ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ധാരാളം അഡ്വഞ്ചേഴ്സ് എടുക്കുകയും ധാരാളം റിസ്ക് എടുക്കുകയും വലിയ കഠിനമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ദിവസം
ദിവസങ്ങൾ റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുമ്പോഴും അവിടെയൊന്നും ഫെറ്റീഗില്ല. കാരണം നമ്മൾ വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴും നമ്മളുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, ഇപ്പം തന്നെ ജോലി ചെയ്യുന്ന ഒരാൾ വൈകുന്നേരം വന്ന് എൻ്റെ കുഞ്ഞിനോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കണം എന്ന് ആഗ്രഹിച്ച് വരുന്ന എത്ര പേരുണ്ട്. അതൊരു ഹയർ പർപ്പസാണ്. കാരണം അതൊന്നും മെറ്റീരിയലായിട്ട് നമുക്ക് അളക്കാൻ കഴിയുന്നതല്ല. ആ കുഞ്ഞിനെ വന്ന് കുറച്ച് നേരം അവനുമായിട്ട് കളിച്ച് അല്ലെ അവളുമായിട്ട് കളിച്ച് അവർക്ക് കുറച്ച് നേരം സമയമൊക്കെ കൊടുത്ത് അവരുടെ ജീവിതത്തിനൊരു എൻ്റർടൈൻമെൻറ്റ് കൊടുത്ത് അവരുടെ ജീവിതത്തിനോടൊരു പർപ്പസ് ക്രിയേറ്റ് ചെയ്ത്, അപ്പോൾ നമ്മുടെ പർപ്പസ് നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൻ്റെ പർപ്പസിലേക്കും കൂടെ കടന്നില്ലേ ഒക്കെ ചെയ്തുണ്ടാക്കുന്ന ഒരു വലിയ ആ ഒരു ജോയ്, ആ കണ്ടൻമെൻറ്റ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡൊക്കെ വളരെ വലുതാണ്. അതൊന്നും ഒന്ന് സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുന്നില്ല. റിലേഷൻഷിപ്പ്, ഒരു ഓണം പോലും നമുക്ക് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു സെലിബ്രേഷൻ നമുക്ക് അതിൻ്റെ സ്പിരിറ്റിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സെലിബ്രേഷൻസ് പോലും കാൽക്കുലേഷൻസാണ്. ഏതെങ്കിലുമൊക്കെ ഹോട്ടലിൽ പോയി അതിൻ്റെ ബില്ല് കൊടുക്കുന്നതിൻ്റെ ആ മെറ്റീരിയലായിട്ടുള്ള ആസ്പെക്റ്റ് മാത്രമാണ്. അവിടെ ഉണ്ടാക്കപ്പെടുന്ന ബന്ധങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ പലപ്പോഴും നമ്മളുടെ ഈ ആധുനിക കാലത്ത് പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ സൈക്കെ പലപ്പോഴും വർക്ക് ചെയ്യുന്ന ഇതുപോലുള്ള മെറ്റീരിയൽ അച്ചീവ്മെൻറ്റിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ, ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ കുഴഞ്ഞു വീണ് മരിക്കുകയും ഹോസ്പിറ്റലിലെത്തുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ കൂടുന്ന കണ്ടിട്ടാണ് ഈ ഡോക്ടർ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചത്, നമ്മൾ എത്ര കണ്ട് പണമുണ്ടാക്കിയാലും ഈ പണത്തിനൊരു കുഴപ്പമുണ്ട്. ഒരു സർട്ടൺ സ്റ്റേജ് കഴിഞ്ഞാൽ അത് നമ്മളെ കൂടുതൽ ഡിസ്ട്രസ്ഡ് ആക്കുകയും കൂടുതൽ സ്ട്രെസ്ഡ് ആക്കുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പണം കൂടും തോറും നമ്മളുടെ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ കൂടുകയും കൂടുതൽ കാര്യങ്ങൾ അക്വയർ ചെയ്യാനും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനും കുറച്ചുകൂടി ഉയർന്ന ആൾക്കാരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നത് കൊണ്ട് പലപ്പോഴും പണം കൂടുമ്പോൾ നമുക്ക് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ലഭിക്കുന്നതിന് പകരം അതിൻ്റെ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എത്ര കണ്ട് വേണം, നമുക്ക് ഓരോന്നും എവിടെ വരെ വേണം? പണം ആവശ്യമാണ്. പണം ഇല്ലാതിരിക്കുന്നതും വലിയ സ്ട്രെസ് ഉണ്ടാക്കും. പക്ഷേ ഇത് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ നമ്മളെ മിടുക്കരായ ആൾക്കാർ പലരും ജീവിതത്തിൽ വിജയിക്കാതെ പോകുന്നു എന്നുള്ളത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം അവർ കഠിനാധ്വാനം ചെയ്ത് അവർ നേടിയത് ആ അച്ചീവ്മെൻറ്റുകളെ ഫ്രൂട്ട്ഫുള്ളായിട്ടും അതുപോലെ തന്നെ മീനിങ് ഫുള്ളായിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് വളരെ ദുഃഖകരമായ കാര്യം തന്നെയാണ്. അപ്പോൾ വെറും മെറ്റീരിയലായിട്ടുള്ള അച്ചീവ്മെൻറ്റുകൾക്കപ്പുറം ഒരു സർട്ടൺ സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മളതിനെ എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. ഹാവിങ് ദ കേക്ക് ആൻഡ് ഈറ്റ് ഇറ്റ് ടു എന്ന് പറയാറുണ്ട്. അത് നമുക്ക് കേക്ക് ഉണ്ടായാൽ മാത്രം പോരാ, അത് കഴിക്കാനുള്ള ഭാഗ്യവും കൂടെ നമുക്കുണ്ടാകണം. അത് സന്തോഷത്തോടെ കഴിക്കാനുള്ള ഭാഗ്യമാണ് അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജീവിക്കാനും കൂടെ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ ജീവിതത്തിന് വേണ്ടിയാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ അമിതമായ ഈ ഓട്ടം, കോമ്പറ്റീഷൻ, മറ്റുള്ളവരെ കാണിക്കാനുള്ള പ്രവണത, അല്ലെങ്കിൽ ഈ കാറിൽ നിന്ന് വേറൊരു കാറിലേക്ക് നമ്മൾ സ്കെയിലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം സ്കെയിലപ്പ് ആകുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയിലൊരു ഉയർച്ച ഉണ്ടാകുന്നുണ്ടോ? കുറച്ചുകൂടി ഒരു സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം വളരെ അബദ്ധമാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ ആത്മീയമായ രംഗത്തുള്ള ആൾക്കാരെല്ലാം മെറ്റീരിയലിസമാണെന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ആത്മീയ രംഗത്തുള്ളവരെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കേണ്ടത്, ഈ മെറ്റീരിയൽ കൊണ്ട് മാത്രമല്ല സന്തോഷം ലഭിക്കുന്നത്. മെറ്റീരിയൽ അല്ലാത്ത കുറേ കാര്യങ്ങളൂടെ ചേരുമ്പോഴാണ് സന്തോഷം ലഭിക്കുന്നതുകൊണ്ട് ഈ മെറ്റീരിയലിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഓട്ടം വലിയ അപകടകരമാണ്. മനുഷ്യനെ അത് കൂടുതൽ രോഗികളാക്കുന്നു. അതുപോലെ ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് അതൊക്കെ വലിയ ഒരു സംഭവമൊന്നുമല്ല. കാരണം ഒരാൾക്ക് ഒരു ജോലി നഷ്ടപ്പെടും, തീർച്ചയായിട്ടും ജോലിയൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് ചിലപ്പോൾ അതിനേക്കാളും വലിയ സാധ്യതകളൊക്കെ പലർക്കും ഉണ്ടായിട്ടുള്ളത്. കാരണം എല്ലാം കംഫർട്ടബിൾ ആണെങ്കിലും ഒരു പുതുമയോടെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. ഒരു റിസ്ക്കും നമ്മൾ എടുക്കാൻ തയ്യാറായി എന്ന് വരില്ല. ഒരു വേറിട്ട വഴിയും നമ്മൾ ചിന്തിക്കത്തില്ല. ചില നഷ്ടങ്ങളിലും ചില പിന്നോട്ടടികളിലും ചില വീഴ്ചയിൽ നിന്നുമൊക്കെയാണ് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ചയോ പരാജയമോ പ്രയാസമോ വരുമ്പോൾ വലിയ പാനിക്കൊന്നും ആവേണ്ട കാര്യമില്ല. ഈ സമയം കടന്നു പോകുന്നുള്ള വലിയ ഒരു ഫിലോസഫി നമ്മൾ മനസ്സിലാക്കി വയ്ക്കാനും അതൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ഉപയോഗിക്കുകയും അതൊക്കെ കുട്ടികളോടും കുടുംബത്തോടും ഒക്കെ കൂടുതൽ ചേർന്നിരിക്കാനുള്ള സമയമായിട്ട് മാറ്റുകയും ക്രിയാത്മകമായി ചിന്തിച്ച്
വളരെ കൃത്യമായിട്ട് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്താൽ നമുക്കത് ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നഷ്ടമോ വീഴ്ചയോ പ്രയാസമോ ലോസോ ഒക്കെ വരുമ്പോൾ ഇവിടം കൊണ്ടൊക്കെ കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നതും ഈ ഒരു മറ്റുള്ളവരെ കാണിക്കാനുള്ള ജീവിതത്തിൻ്റെ ഒരു വിഷയമാണ്. അങ്ങനെയൊന്നുമില്ല, പരാജയമെന്നോ വിജയമെന്നോ ഒന്നുമില്ല. വിജയിച്ച് പരാജയപ്പെട്ടിരിക്കുന്ന ധാരാളം പേരും പരാജയപ്പെട്ടെടുത്ത് വിജയം ആസ്വദിക്കുന്ന പലരും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്രിയാത്മകമായ ആ പ്രശ്നത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഒരു പ്രശ്നമല്ല, ഒരു വിഷയമല്ല, അതിനോടുള്ള നമ്മുടെ പ്രതികരണങ്ങളാണ് ഏറ്റവും മനോഹരമാകേണ്ടത്. അത് വ്യക്തിപരമായി നമ്മൾ അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ ഉയർത്തുക, നമ്മളുടെ പോസിറ്റിവിറ്റി ഉയർത്തുക, നമ്മളുടെ കാഴ്ചപ്പാടുകളെയും ദർശനത്തെയൊക്കെ രൂപാന്തരപ്പെടുത്തുക. നമുക്ക് കുറച്ചുകൂടെ ജീവിതത്തെ ആസ്വദിക്കാനും ജീവിതത്തെ സ്കെയിലപ്പ് ചെയ്യാനും ജീവിതം തന്നെ ഒരു അച്ചീവ്മെൻറ്റായി മാറ്റാനും നമുക്ക് കഴിയും. എല്ലാവർക്കും ഹാപ്പി ലിവിങ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.